ഇതാ സ്റ്റെഫി മോളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിത്യപിതാവേ, ഈ മകൾക്ക് സമർത്ഥമായി ജീവിക്കാൻ സമൃദ്ധമായി ഇവളെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിന് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതം കർത്താവ് ഈ കുടുംബത്തിലും അവിടുത്തെ അത്ഭുതങ്ങൾ കാണിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ കുടുംബത്തിന് അമ്മ തുണയായിരിക്കണമേ. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 34 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ അത് കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. സർവ്വഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ്റെ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവിൻ്റെ വചനം. ശുശ്രൂഷവചനങ്ങൾ വഴി നമ്മുടെ നാമം. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് സത്യത്തിൽ കുടുംബമായ നല്ല കുടുംബമായി മാറാൻ ഇരുവർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് തന്നെ നൽകിയ ഈ മകനെയും മകളെയും വിവാഹം കൂടാശയിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് എടുത്ത എല്ലാ ത്യാഗങ്ങളെയും സമർപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ ശ്രദ്ധിക്കുകയും അങ്ങേ ദാസരായ വിധുവിനെയും സ്റ്റെപ്പിയുടെയും അങ്ങേ കൃപ കരുണയോടെ വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുവാനാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാക്കളൈക്യത്തിൽ എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ കാര്യമാക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്ഠാപവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് പുതിയ അവകാശനിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ ആദരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. വീടുകളിൽ ഇത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ ഓർത്തുകൊള്ളുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ല. ഈ അടിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് തിരിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. അക്കാലത്ത് ഒരു പരിസരവും ഈശ്വരൻ ചെയ്തു. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും.
അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. നിങ്ങളുടെ സ്നേഹം ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുത്തെ ജ്ഞാനസ്ഥാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ബിനു, സ്റ്റെഫി, നിങ്ങൾ വിവാഹിതനാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയുമാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ ക്രിസ്തുവിനെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാവുന്ന വാഗ്ദാനം ചെയ്യും. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കഥാവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസമൂഹ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ഈ താലിയും മോതിരവും ആശീർവദിക്കണം. ഇവ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ആമേൻ. ദൈവമേ, പ്രസാദമായ ഈ മന്ത്രകോടി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാപരമായ ബന്ധത്തിന്റെ പ്രതിബിംബരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം പെടണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി കുറിച്ചു.
എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ഇത് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സമൃദ്ധമായ ദൈവങ്ങളിൽ നിന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നമുക്ക് നാം അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വിശുദ്ധീകരിച്ച് ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിൽ ഈ കാണികൾ പവിത്രമാകണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട സുവാസനയിലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന് അങ്ങേ പരിചരിക്കുന്ന ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെയും രക്ഷകരമാകും ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകവും വ്യാപിച്ചു കിടക്കുന്ന ശ്രദ്ധയോർക്കണം. ഫ്രാൻസിസ് പാപ്പയോട് ഞങ്ങളുടെ ഒരു അധ്യക്ഷനായ പോരാട്ടനോട് വൈദികരണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഉപകർത്താക്കൾ, അങ്ങേ കാരുണ്യത്തിനെ മരണമടങ്ങുന്ന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ പൂരിതരായിരിക്കും. ദിവ്യോപദേശത്താൽ നിർഭയം നമുക്ക് ഏറ്റുവാങ്ങാം. ക്രിസ്തുവിന്റെ ശരീരത്തിൽ മഹാവികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിപ്പിക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യം അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത്, അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിൽ ഒന്നായി ഭൂമിയുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടത് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്യുന്ന ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരിവുള്ളതാണ്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗതാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയത് അങ്ങേ ദാസരായ ബെന്യാമിന്റെയും സ്റ്റെഫാനിയുടെയും അങ്ങേ വലത്തുകര കൈമാറുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചെലുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗതാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്നവർ അങ്ങേ സ്നേഹത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജനാക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ സ്റ്റെഫി അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മത നൽകുകയും കൃത്യമായ അവധാനത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ദാസനായ ദിനബലി സ്വർഗീയ അനുഗ്രഹങ്ങളെ അങ്ങനെ വിശ്വസ്ത ഭർത്താവിന്റെയും കരുണയുള്ള പിതാവിന്റെയും ധർമ്മങ്ങൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുമ്പാകെ വിവാഹത്തിലൊന്നായിട്ട് അങ്ങേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്നവർ ഒരു ദിവസം സ്വർഗീയ വിവരങ്ങളിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ ആഗ്രഹിക്കണമേ. ഞങ്ങളുടെ താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുകയും സദാ
there in a moment, I'll be by your side. When you're scared and you're lonely and there's no one to hold you, I just want you to know that I'll be by your side. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my saving grace, won't you? Be my saving grace. When my heart's getting older and my body is breaking down, in my head, yeah, I know that I'll be by your side. I don't know about the future, no one knows what the future holds. All I know is I know that I'm giving you my life. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace, won't you? Be my saving grace. I still see us up in Maine, your hair dancing with the wind. Thought our love would last a lifetime, just that hopeful kind of kid. Though the tears drowned out the flame, I still think about your lips. You seem like the kind of girl that I might always miss. I would drive across the country if you would tell me that you want me. 'Cause I'm still wrestling with the words, came so easy out your mouth when you looked at me and said, I hope it all works out. I'll be singing to the lights of the crowded, sold-out room. Close my eyes and see your face, 'cause these songs are all for you. Oh, I thought you'd be here with me, be a part of this old dream. Told me to enjoy the journey, now it's just a lonely street. I would drive across the
forget. Now the days are filled with guilt. It sends chills along my back. You might fall along the wayside, be a person of my past. I would try